ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരം വിജയിച്ച് രാജകീയമായ അർജന്റീന റൗണ്ട് ഓഫ് 32 കാലെടുത്തു വെക്കുകയാണ്. ഇന്ന് നടന്ന അവസാന പോരാട്ടത്തിൽ 3-1 അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. ടീമിൽ വലിയ മാറ്റങ്ങളുമായിട്ടാണ് സ്കലോണി ടീമിനെ ഇറക്കിയത്. മധ്യനിരയിൽ ജിവാനി ലോ സെൽസോയും പലാസിയോസും ലിയാൻഡ്രോ പെരഡസുമെല്ലാം ഇന്ന് മധ്യനിരയിലുണ്ടായിരുന്നു. ജിവാനി ലോ സെൽസോയുടെ തിരിച്ചുവരവ് ആരാധകർക്കേറെ സന്തോഷം നൽകിയിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൻ്റെ 19-ാം മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ വക അർജന്റീന ആരാധകരെ വണ്ടറടിപ്പിച്ചുകൊണ്ട് ഒരു ഫ്രീ കിക്ക് ഗോളും കണ്ടു. മെസ്സിയുടെ അഭാവത്തിൽ ഫ്രീ കിക്ക് എടുത്ത താരത്തിൻ്റെ ഫ്രീ കിക്ക് എത്ര മനോഹരമായാണ് ഗോൾ പോസ്റ്റിലേക്ക് കയറിയത്. മനോഹരമെന്ന വാക്കുകൊണ്ടല്ലാതെ എങ്ങനെയാണ് ആ ഗോളിനെ വിശേഷിപ്പിക്കുക? 2022 ഖത്തർ വേൾഡ് കപ്പിൽ സ്ക്വാഡിലുണ്ടായിരുന്നിട്ടും അവസാന നിമിഷം പരിക്കേറ്റ് പുറത്തുപോയതായിരുന്നു ലോ സെൽസോ. ഈ വേൾഡ് കപ്പിലെ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം പിടിച്ച അദ്ദേഹത്തിന്റെ മനോഹര തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന്റെ 19-ാം മിനിറ്റിലാണ് അർജന്റീനക്ക് അനുകൂലമായി ഫ്രീ കിക്ക് ലഭിക്കുന്നത്. പെനാൽറ്റി ബോക്സിന്റെ തൊട്ടരികെ നിന്ന് ഫ്രീ കിക്ക് എടുക്കാൻ വന്ന ലോ സെൽസോ ഗോൾ കീപ്പർ നിന്ന ഭാഗത്തേക്ക് തന്നെ മനോഹരമായി പന്തിനെ പായിക്കുകയായിരുന്നു. വാട്ട് എ ബ്രില്യൻറ്റ് ഗോൾ! അർജന്റീന മുന്നിലെത്തിയ നിമിഷം. എന്നാൽ ഈ ഗോളിന് പിന്നിൽ വലിയൊരു സംഭവം തന്നെ നടന്നിട്ടുണ്ട്. ഗോളിന് മുന്നേ നടന്ന സംഭവമാണിപ്പോൾ ഫുട്ബോൾ ലോകത്ത് വൈറലാകുന്നത്. ലോ സെൽസോയുടെ ഫ്രീ കിക്ക് ഗോളാവാൻ കാരണം എമിലിയാനോ മാർട്ടിനസിന്റെ അതിബുദ്ധിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഫ്രീ കിക്ക് ലഭിക്കുമ്പോൾ അർജന്റീനൻ താരങ്ങളും ജോർദാൻ താരങ്ങൾക്കൊപ്പം ഒരു വാൾ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് നിക്കോളാസ് ഒട്ടാമെണ്ടിയും പിന്നെ മാർക്കോ സെൻസിയും ഗുലിയാനോ സിമിയോണുമായിരുന്നു. ഫ്രീ കിക്ക് എടുക്കുമ്പോൾ തന്നെ ഗോൾ കീപ്പറുടെ കാഴ്ച മറക്കാൻ വേണ്ടി കൃത്യമായി എമിലിയാനോ മാർട്ടിനസ് ഈ 3 താരങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ നൽകുന്നുണ്ട്. എന്നിട്ട് അവരോട് ഓക്കെ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നു. ജോർദാൻ കീപ്പറുടെ കാഴ്ച കൃത്യമായി മറക്കുക എന്നതായിരുന്നു എമിലിയാനോയുടെ ജോലി. അത് തൻ്റെ ഡിഫൻഡേഴ്സിനെ കൊണ്ട് സാധിപ്പിക്കുകയും ചെയ്തു. ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗോൾ കീപ്പർ തനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി പോസ്റ്റിൻ്റെ വലം മൂലയിൽ വന്ന് നിൽക്കുന്നുണ്ട്. റഫറിയുടെ വിസിൽ കേട്ട ഉടനെ ഇടതുഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ ജിവാനി ലോ സെൽസോ പന്തിനെ പായിച്ചത് ഗോൾ കീപ്പർ ആദ്യം നിന്ന പൊസിഷനിലേക്ക്. ഗോൾ കീപ്പർ തിരിച്ച് ഇടത് വിങ്ങിലോട്ട് തന്നെ വരുമെന്ന് ലോ സെൽസോക്കും അറിയാമായിരുന്നു. കീപ്പർ ആദ്യം തൻ്റെ വിഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ആ വലതുമൂലയിൽ വന്ന് നിന്നത്. എന്നിട്ട് അദ്ദേഹം ഇടതുമൂലയിലേക്ക് മൂവ് ചെയ്ത സമയത്ത് തന്നെ ജിവാനി ലോ സെൽസോയുടെ മനോഹരമായ ഫ്രീ കിക്ക് വലതുമൂലയിൽ ചെന്ന് പതിക്കുന്നു. വാട്ട് എ ഫ്രീ കിക്ക്! വാട്ട് എ പ്ലാൻ! ഇതിനെല്ലാം പിന്നാലെ മത്സരത്തിൻ്റെ 80-ാം മിനിറ്റിൽ ലിയോ മെസ്സിയുടെ മനോഹരമായ ഫ്രീ കിക്കും നമ്മൾ കണ്ടു. അതും ഗോൾ കീപ്പറെ കൺഫ്യൂസ് ചെയ്ത് ഒരു ഗ്രൗണ്ടറിലൂടെയാണ് മെസ്സി ഗോൾ കണ്ടെത്തിയത്. ഇന്ന് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെറ്റ് പീസുകളുടെ ദിവസമായിരുന്നു. 2 ഫ്രീ കിക്കും 1 പെനാൽറ്റിയും ഉൾപ്പെടെ എല്ലാ സെറ്റ് പീസുകളും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ അർജന്റീനക്ക് സാധിച്ചിരിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.